ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 69ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ മക്കളെ കൊണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാനും കയറി ഇരുന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു കാര്യമില്ലാണ്ട് വണ്ടി കയറി ഇരിക്കൽ. അങ്ങനെ അവരൊക്കെ ഇറക്കി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. പോണ വഴിക്കിൽ സുജി ചോദിച്ചു, ഇന്ന് എന്താ ഫുഡ് കഴിക്കാൻ? അപ്പം ഇന്ന് എല്ലാവർക്കും ഫുഡ് നൂലപ്പും തേങ്ങാപ്പാലായിരുന്നു കേട്ടോ. എനിക്കല്ല, എനിക്ക് മറ്റേ എഗ്ഗാണല്ലോ. അപ്പോൾ സുജിക്ക് അതിൽ പെട്ടെന്നൊരു വൈബ് കിട്ടിയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും സ്നാക്ക് വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഇറങ്ങിയ അവിടുന്ന് പ്രത്യേകിച്ച് സുജിക്ക് ഇഷ്ടപ്പെട്ട അങ്ങോട്ട് വൈബ് തോന്നിയ ഒരു ഐറ്റം അവിടെ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. എന്തോ പഴംപൊരി അങ്ങനത്തെ എന്തൊക്കെയോ കണ്ടു, പക്ഷെ സുജിക്ക് എന്തോ ഒരു വൈബ് അങ്ങോട്ട് കിട്ടിയില്ല. കുറേ തെരഞ്ഞു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ സുജി പറഞ്ഞു, വീട്ടിലുള്ള നൂലപ്പും തേങ്ങാപ്പാലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് ഇറങ്ങിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം ഓരോ മൂഡാണ് കേട്ടോ. സുജിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുത്താലും അന്ന് രാവിലത്തെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഫുഡിനോട് വലിയ ഇഷ്ടമില്ലാത്തൊരു കാലാവസ്ഥയായിരിക്കും. അപ്പം ഇന്ന് എന്തായാലും പുറത്ത് വരുന്ന വഴിക്കുള്ള കടയിൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ആ ഒരു എന്താ പറയുക, നൂലപ്പവും തേങ്ങാപ്പാലും അങ്ങോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. സാധാരണ ഈ നൂൽപ്പുട്ടും തേങ്ങാപ്പാലും എന്ന് പറയുന്നത് സുജിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് വൈബ് മാച്ച് ആയില്ല എന്ന് മാത്രം. അപ്പോൾ സുജി അതൊക്കെ കഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ നമ്മുടെ എഗ്ഗ് ഉണ്ട്, അതിലേക്ക് ഞാൻ ഇന്നലെ കുറച്ച് ഗ്രീൻ പീസ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ കഴിക്കാൻ എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ കഴിക്കാൻ ഒരു അന്നേരം എനിക്കൊരു വൈബ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തേക്ക് ഈ ഒരു ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ടു. അല്ലാണ്ട് ഈ എന്താ പറയുക, ഉള്ളിയോ തക്കാളിയോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് പെപ്പറോ അങ്ങനത്തെ സംഭവമൊന്നും ഇട്ടിട്ടില്ല. ടേസ്റ്റ് കൂടാനുള്ള ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെറും റോ ആയിട്ടാണ് ഞാൻ ഈ കഴിക്കുന്നത്. വലിയ സംഭവമായിട്ട് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു വൈബിൽ അങ്ങോട്ട് കഴിച്ചു പോയതാണ്. പിന്നെ എനിക്ക് തോന്നി, ഞാൻ എന്തിനാ അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് കഴിച്ചത്, നല്ലപോലെ ഉണ്ടാക്കി കഴിക്കായിരുന്നല്ലോ എന്നുള്ളത്. പിന്നെ അതവിടെ അങ്ങനെ ഫ്രിഡ്ജിൽ കിടന്നാൽ പിന്നെ ഞാനെടുത്ത് ഓവറായിട്ട് ഇങ്ങനെ ലേറ്റായി അവിടെ ഫ്രിഡ്ജിൽ കിടന്നാൽ ഞാൻ പിന്നെ അത് ഉപയോഗിക്കൂല കേട്ടോ. ഞാനത് പിന്നെ എടുത്ത് കളയുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇനി അത് എടുത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ ഇതാക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് നോക്കിയാലോ, ഇന്ന് 82 കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തേനേക്കാളും എന്താ പറയുക 200 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ നാളെ 81 കാണുമോ അറിയില്ല കേട്ടോ. എന്തായാലും നോക്കാം. ഞാൻ വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ലല്ലോ, എന്നാൽ ഡയറ്റിൽ തന്നെയാണെങ്കിലും മധുരമൊന്നും കഴിക്കണില്ലല്ലോ. അപ്പം അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. മെയിൻലി ഞാൻ 2 നേരമാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറേ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ നന്നായിട്ട് കണ്ണെഴുതിയതാണ് കേട്ടോ. എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? പെട്ടെന്ന് മുഖം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ വേണ്ടിയിരുന്നില്ല, കണ്ണെഴുതേണ്ടിയിരുന്നില്ല എന്ന് തോന്നി കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ കൂട്ടി തിരിച്ച് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. ചോറ്, പിന്നെ ഇന്ന് ചേച്ചി നല്ല രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് രസം. അപ്പോൾ അത് കണ്ടപ്പോൾ ചോറിന് ഭയങ്കര കൊതി. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തു. പിന്നെ ബീൻസ് ഉപ്പേരി, രസം, പിന്നെ ചിക്കൻ പൊരിച്ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എന്താ അറിയില്ല, ചിക്കൻ പൊരിച്ചൊന്നും കൂട്ടാൻ ഒരു തോന്നിയില്ല. എനിക്ക് ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വൈബ് കിട്ടി. അപ്പോൾ ഞാൻ അതാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അതൊരു 3:30 ആയപ്പോൾ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ നീനൂട്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവളായിട്ട് കുറേ സംസാരിച്ചിങ്ങനെ ഇരുന്ന്. അപ്പോൾ അവൾക്ക് ഇന്ന് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞ്. അവൾക്ക് ചോറ് കൊടുത്താലൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വേഗം എന്താ പറയുക, അവൾക്ക് ഇഷ്ടമാവും ചെയ്യും. എൻ്റെ തട്ടിക്കൂട്ട് വേഗം പരിപാടി ആവും ചെയ്യും. ചായൻ്റെ കൂടെ സ്നാക്സ്. അപ്പോൾ അങ്ങനെ സാൻഡ്വിച്ചും സോസേജ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും 2 സോസേജ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനിയൊന്നും കഴിക്കൂലെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാനത് സോസേജൊക്കെ വീണ്ടും ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. മക്കൾ പുറത്ത് നല്ല ബോക്സിങ്ങിലാണ് കേട്ടോ. ഭയങ്കര ബിസിയാണ്. അത് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവർ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഭയങ്കര ബിസി ആയിരിക്കും ബോക്സിങ് ഉള്ളതുകൊണ്ട്. അല്ലാത്ത ദിവസങ്ങൾ പിന്നെ അവർ എന്താ പറയുക, ഒരു ഫ്രണ്ട്സ് വരും, അങ്ങനെ കളിയായിരിക്കും കേട്ടോ. പിന്നെ ഒരു 5:30 ആകുമ്പോൾ ട്യൂഷൻ ടീച്ചർ വരും. ഒരു 5:30 to 7 വരെ ട്യൂഷൻ ടീച്ചർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആണ്. ഒരു 9 മണി 9:30 വരെ ഫ്രീ ആണ്. 9:30 ആകുമ്പോൾ അവർ കിടക്കും. ഇതാണ് അവരുടെ റുട്ടീന്.
5 മണി വരെ ബോക്സിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ ബോക്സിങ് കഴിഞ്ഞ് കുളിച്ച് റെഡി ആയി വരുമ്പോൾ ഒരു 5:30 ആവും കേട്ടോ. അപ്പോൾ ഒരു 5:30 ഒക്കെ ആയപ്പോൾ തന്നെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കഴിക്കുകയാണ്. അപ്പോൾ ട്യൂഷൻ ടീച്ചർ അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാനൊരു 6:30 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് നടന്നു. ഞാനിത് വീഡിയോ എടുക്കണോണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ടും, പിന്നെ വീഡിയോ എടുക്കണോണ്ട് ഞാൻ പിന്നെ നിർത്തിയൊക്കെയാണ് ഒക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. നന്നായിട്ട് വിയർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അനങ്ങാണ്ട് പെട്ടെന്ന് ഒരുപാട് ഇതിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ. പിന്നെ എനിക്ക് കയ്യിനാണ് കേട്ടോ നല്ല വണ്ണം കൂടുതൽ. അപ്പോൾ കയ്യിനുള്ള 1-2 എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ആർക്കായാലും അടിച്ച് നോക്കിയാലൊക്കെ കാണില്ല, അങ്ങനെയുള്ള എക്സസൈസ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നെ കണ്ടിട്ട് ആരും പേടിക്കണ്ട. നീനൂട്ടി കുളിക്കാൻ വേണ്ടി പോയപ്പോൾ അവൾ ഇവിടുത്തെ കാപ്പിപ്പൊടി അരിപ്പൊടി എന്തൊക്കെയൊക്കെ ഇട്ടിട്ട് ഒരു പാക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്കുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൾ കുറച്ച് ബാക്കി വെച്ചപ്പോൾ അത് ഞാൻ മൊത്തത്തിലെടുത്ത് തേച്ചതാണ്. കുറച്ച് ഇവിടുത്തെ എന്തോ പുതിയ കാപ്പിപ്പൊടിക്ക് എന്തൊക്കെയോ ഒരു ഡാർക്ക്നെസ് കൂടുതലുള്ള പോലെ തോന്നി കേട്ടോ. ഭയങ്കര കാപ്പി എന്നെ കണ്ട് എനിക്ക് തന്നെ പേടിയായിട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ വീഡിയോ കോളിൻ്റെ ഇടയിലാണ് ഞാൻ പോയിട്ട് പിന്നെ മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-20 മിനിറ്റ് ഞാൻ മുഖത്ത് അത് വെച്ച് നടന്നു. അതിൻ്റെ ഇടയിലാണ് നീനൂട്ടി പോയതും. ചന്തു സുജിൻ്റെ സ്റ്റാഫാണ് കേട്ടോ. അവൻ ഓളെ ഡ്രോപ്പ് ചെയ്യാനൊക്കെ കൊണ്ടുപോയതും. ഓളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടുന്ന് പോയത് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഓൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ വീഡിയോ കോളിൽ വീണ്ടും ജോയിൻ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഹണി ഉണ്ട്, അമ്മ ഉണ്ട്, എല്ലാവരും കൂടിയുള്ള വീഡിയോ കോളിലാണ്. അവൾ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെയും കുറേ നേരം വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ഞാൻ മുഖത്ത് അതിങ്ങനെ കുറേ നേരം വെക്കണ്ടല്ലോ വെച്ച് വീഡിയോ കോളിൻ്റെ ഇടയിൽ കൂടെയാണ് ഒക്കെ കഴുകിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒക്കെ വീഡിയോ കോളൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പോയി കുളിച്ചത്. ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് എന്തിൻ്റെ കേടാണാവോ ഞാൻ ഇതൊക്കെ മുഖത്തേക്കേണ്ടത് പിന്നെ എനിക്ക് ഓർത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇനി ഒന്നിനും പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം.